എൻ്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ. പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്, വളരെ സൂക്ഷിച്ചൊക്കെ വേണം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ. ബോബി ചെമ്മണ്ണൂരിന്റെ വിവാദം അങ്ങനെ താൽക്കാലികമായി കെട്ടടങ്ങുകയാണ്. കോടതിയുടെ ചോദ്യം അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോടതി ഇന്നലെ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിൽ പറയുന്നത് പോലെ ആരെയും ആ അർത്ഥത്തിൽ ബോഡി ഷേമിംഗ് നടത്താനുള്ള ഒരധികാരവും നമുക്കില്ല എന്ന് തന്നെയാണ്. നിറത്തിൻ്റെ പേരിൽ, ഉയരത്തിൻ്റെ പേരിൽ ഒന്നും ഒരാളെയും അപമാനിക്കാനുള്ള അധികാരം ആരും ആർക്കും നൽകുന്നില്ല. ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നവരുണ്ടോ എന്ന് ഞങ്ങളൊന്ന് അന്വേഷിച്ചു. പൊതുജനം പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം. ഒരു അബദ്ധം പറ്റി, അത് സാധാരണയല്ലേ. പക്ഷേ അയാളങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മളിലൊക്കെയായിട്ട് നല്ലൊരു മനുഷ്യൻ തന്നെ, പാവപ്പെട്ടവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത് എനിക്കൊന്ന് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളൊരു അഭിപ്രായമാണ്. അവർ പേഴ്സണലി അതങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ഇരുന്നാൽ നല്ലതായിരുന്നു എന്ന് മാത്രം. ആരും അങ്ങനെ പറയുന്നില്ല എന്നും പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും സ്വകാര്യത്തിൽ പറയുന്നത് മൂപ്പര് ഓപ്പണായിട്ട് പറഞ്ഞ് അതിൽ പെട്ടുപോയി എന്നുള്ളൂ. അല്ലാതെ ബോബി ചെമ്മണ്ണൂർ വ്യക്തി നല്ല വ്യക്തിയൊക്കെ തന്നെയാണ്. ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് എന്താ പറയുക? മൊത്തത്തിൽ ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂവിനെ കുറിച്ചിട്ട് സൂപ്പർ അടിപൊളിയാണ്. ബോബി ചെമ്മണ്ണൂർ കാണിക്കുന്നതിൽ തെറ്റില്ല. അയാൾ കാണിക്കുന്നത് 100% ശരിയാ. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഒരു നെഗറ്റീവ് മാത്രം പിടിച്ച് നിൽക്കരുത്. അയാളെ പോസിറ്റീവ് വശങ്ങൾ ശ്രദ്ധിക്കണം. വളരെ മോശപ്പെട്ട അഭിപ്രായം, നിലവാരമില്ലാത്ത സംസാരങ്ങൾ. ബോബി ചെമ്മണ്ണൂർ വേണ്ടിയാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം? ആള് നല്ല ആളാണ്, പക്ഷെ കുറച്ച് വായന കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടേ ഉള്ളൂ. ആള് വായ അടക്കിയാൽ തന്നെ ആൾ ഉഷാറാണ്.